എന്റെ മേഖലയാണ് ഇവിടെ കണ്ടുകൂടെ, ഇനി കണ്ടുപോകരുത്. അഥവാ ഇന്ന് വസ്ത്രം ധരിക്കാനുണ്ട്, പക്ഷെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഓപ്പണാക്കി നടക്കാൻ. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല പറയുന്നത്, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വസ്ത്രം, ഭക്ഷണം സുഭിക്ഷമായി ഭക്ഷിക്കാനുണ്ട്, പക്ഷെ നമുക്കൊന്നും നല്ല ഭക്ഷണം വേണ്ട. എല്ലാവർക്കും വേണ്ടത് വിഷലിപ്തമായ ഭക്ഷണങ്ങളാണ് അല്ലെ. ഏതെങ്കിലും അന്യരാജ്യക്കാരന്റെ പേരിട്ടിട്ട് ഭക്ഷണം വിളമ്പിയോ അത് തിന്നാൻ ആളുണ്ട്. എന്നാലോ ഉണക്കമീൻ പൊരിച്ചതും മുരിങ്ങാക്കറിയും വെറുംചോറും വിളമ്പിയാലോ അത് നമുക്ക് തിരിഞ്ഞു നോക്കാൻ ആളില്ല അല്ലെ. ഭക്ഷണം വേണ്ട പോലെ കഴിക്കാണ്ട്, പക്ഷേ ആ ഭക്ഷണം കൊണ്ട് പോലും നമ്മൾ ഇന്ന് പടച്ച റബ്ബിനെ ധിക്കരിക്കുന്ന ഒരു സാഹചര്യം. സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ എല്ലാം അല്ലാഹുവിന്റെ ദീനി ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ്, ഏറ്റവും ഹൈറായതാണ്. അതേ സ്ഥാനത്ത് ആ സോഷ്യൽ മീഡിയയെ വഴിതെറ്റിയ ഒരു ഭാഗത്തിലൂടെയാണ് ഉപയോഗിക്കുന്നതെങ്കിലോ അതിന്റെ അദാബ് വളരെ വേദനാജനകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു മൈൻഡ് എന്താണെന്നറിയോ? ഒരു മെസ്സേജ് കിട്ടിയാൽ അത് സത്യമോ മിഥ്യയോ ആവട്ടെ, അത് നേരോ നുണയോ ആവട്ടെ, അത് എത്ര പെട്ടെന്ന് ഒരു 100 ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുമോ അതിനാണ് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്നത്. ഒരു മെസ്സേജ് കിട്ടിയാൽ അത് ഫോർവേഡ് ചെയ്തിട്ട് ഒരു 10 ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്തിട്ട് അതിലിങ്ങനെ സന്തോഷവും സമാധാനം, ഒരു 4 ഉംറ ചെയ്ത സന്തോഷം. അപ്പോ ആ മെസ്സേജ് ഒരു 10 ഗ്രൂപ്പിലേക്ക് പോയപ്പോ അതിന്റെ നോട്ടിഫിക്കേഷൻ എടുത്തു നോക്കുമ്പോ ഒരു 150ഓളം ആളുകൾ കണ്ടിട്ടുണ്ട്. സത്യം നോണേ അതൊക്കെ അവിടെ കിടക്കട്ടെ. എന്നാൽ അല്ലാഹു തആല പറയുന്നത് കേട്ടോളൂ, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിയൽ ഫാഹിശതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. ഇന്നല്ലദീന തീർച്ചയായും ഒരു കൂട്ടം ആളുകള് യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെടുന്നു, അവർക്ക് വലിയ ഇഷ്ടമാണ് അന്തശിയൽ ഫാഹിശതു ഒരു മോശമായ കാര്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ. അന്തശിയൽ ഫാഹിശതു ഒരു മോശമായ കാര്യം, അല്ലെങ്കിൽ ഒരു ഉപകാരമില്ലാത്ത കാര്യം, ഒരു നിരർത്ഥകമായ കാര്യം അത് വ്യാപിപ്പിക്കുക, അതൊരുപാട് ആളുകളിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക, അതവർക്ക് വല്ലാത്ത ഇഷ്ടമാണ്. വിശ്വാസികളായ ആളുകളിലേക്ക്, സത്യവിശ്വാസികളായ ആളുകളിലേക്ക് മോശമായ ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യാം, അത് വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഒഴിവ് സമയം കിട്ടുന്ന മെസ്സേജൊക്കെ കണ്ടോലിക്ക് മൊത്തം വിളമ്പി കൊടുക്കുന്ന പരിപാടിയാണ്. അങ്ങനത്തെ ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ. ഇത് ഞാൻ പറയുന്നതല്ല, അല്ലാഹുവിന്റെ കലാമായ ഖുർആനാ പറയുന്നത്. ലഹും അദാബുൻ അലീമുൻ അവർക്ക് വളരെ വേദനാജനകമായ അദാബുണ്ട്, ശിക്ഷയുണ്ട്. ഫിദ്ദുനിയാ ദുനിയാവിലും കിട്ടും, വൽ ആഖിറ ആഖിറത്തിലും കിട്ടും. തോന്നിയതൊക്കെ വാരി വലിച്ച് കണ്ടവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ നിൽക്കണ്ട. അവർക്ക് കഠിനമായ അദാബുണ്ട്, ശിക്ഷയുണ്ട്. ദുനിയാവിലുമുണ്ട്, ആഖിറത്തിലുമുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ആ ശിക്ഷയുടെ കാഠിന്യമുണ്ടല്ലോ, അല്ലാഹു യഅലമു അതെനിക്കറിയാം, വ അൻതും ലാ തഅലമൂൻ മനുഷ്യന്മാരെ നിങ്ങൾക്ക് അതിന്റെ അദാബ് അറിയില്ല. കാരണം എന്തെന്നറിയോ? കാരണം എന്തെങ്ങനെ പറയാനുള്ള കാര്യം എന്നറിയോ? നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒരു ഹറാമ ചെയ്തു, ആ ഹറാമ ചെയ്ത വിവരം നമ്മൾ അറിഞ്ഞു. നമ്മളൊരു 10 ആളുകളിലേക്ക് ആ വിവരം അങ്ങ് അറിയിച്ചു കൊടുത്തു. വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റയിലൂടെ, മറ്റു മാധ്യമങ്ങളിലൂടെ 10 ആളുകളിലേക്ക് നമ്മൾ അറിയിച്ചു കൊടുത്തു. ആ 10 ആളുകൾ ഒരു 5 വീതം 50 ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തു. 50 ആളുകളെ ഈ ഹറാമായ വിവരം അറിയിച്ചതിന്റെ കുറ്റം നമുക്കാണ്. പക്ഷേ ഈ ഹറാമ ചെയ്ത മനുഷ്യനുണ്ടല്ലോ, അവനൊന്ന് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്താൽ അല്ലാഹു പൊരുത്തപ്പെട്ട് മാപ്പ് കൊടുക്കും. പക്ഷെ അവൻ ചെയ്ത ഹറാമ 50 ആളുകളിലേക്ക് എത്തിച്ച നമുക്കുണ്ടല്ലോ, അല്ലാഹു പൊരുത്തപ്പെടില്ല.
തെറ്റ് ചെയ്തവന് തൗബ ചെയ്ത് അള്ളാഹ് പൊറുത്തു കൊടുക്കും. പക്ഷെ ആ തെറ്റ് മറ്റുള്ളവർക്ക് പരസ്യമാക്കി കൊടുത്തവനുണ്ടല്ലോ, അവനേക്ക് എത്ര ആളുകളിലേക്കാണോ ഈ മെസ്സേജ് വ്യാപിക്കുന്നത്, അവരെല്ലാം ഈ ഹറാമ് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരന്റെ രഹസ്യം അറിയിച്ചതിന്റെ കുറ്റം അവനിലേക്ക് അള്ളാഹു നൽകുന്നതാണ്. അതുകൊണ്ടാ പടച്ച തമ്പുരാൻ പറയുന്നത്, അല്ലാഹു യഅലമു, ഈ ഹറാമ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന്റെ കുറ്റമുണ്ടല്ലോ, അതിന്റെ കാഠിന്യം അല്ലാഹു യഅലമു, അതിന്റെ അവസ്ഥ അല്ലാഹുക്കറിയാം. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കതറിയില്ല. ഓനിക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. പക്ഷെ ഓൻ ചെയ്ത ഹറാമ് മറ്റുള്ളവരോട് പറഞ്ഞ് രസിച്ച് അതിന് സന്തോഷം കണ്ടെത്തിയുണ്ടല്ലോ, അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കൂല, അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കൂല. മഅദല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങൾ, സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം കിട്ടിയാല് ആദ്യം അതിന്റെ നിജസ്ഥിതി നമ്മൾ അന്വേഷിച്ച് ഉറപ്പ് വരുത്തണം. കേട്ടോളൂ, അള്ളാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അള്ളാന്റെ ഖുർആൻ പറയുന്നു, വെള്ളിയാഴ്ചക്ക് വേണ്ടിട്ട് ഉസ്താദ് തട്ടിക്കൂട്ടിയതൊന്നല്ല. അള്ളാന്റെ ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികളെ, ഈമാനുള്ള മനുഷ്യന്മാരെ, ഈമാൻ ഇല്ലാത്തവന് പിന്നെ എന്ത് ഹലാലും ഹറാമും, ഓനിക്ക് പിന്നെ എന്ത് ഗീബത്തും നമീമത്തും, അത് ഓനിക്ക് ഇതൊന്നും ബാധകല്ല. ഈമാനുള്ള ആളുകളെ, സത്യവിശ്വാസികളെ, കാര്യം അത്ര വെടുപ്പല്ലാത്ത ഒരാള് ഒരു വാർത്ത നിങ്ങൾക്ക് കൊണ്ടുവന്നാൽ, ആളത്ര ശുദ്ധനൊന്നുമല്ല, അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ആളൊന്നുമല്ല. ഫാസിഖ്, ഒരു മോശക്കാരനായ ഒരാൾ ഒരു വാർത്ത നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നാൽ, അത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നേരിട്ടോ അല്ലാതെയോ അറിയിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് ഉറപ്പ് വരുത്തണേ. നിങ്ങൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് ഉറപ്പ് വരുത്തണേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കുഴപ്പം തന്നറിയോ, രണ്ടാളുകൾ സംസാരിക്കുമ്പോ ഒരുത്തൻ പറയണം മറ്റവനോട്, എടാ ഞാൻ എന്നാ വെയിറ്റിലെ ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് ചെങ്ങായി ഒരു KSRTC ബസ് അങ്ങോട്ട് വന്നിട്ട്, അപ്പേക്കും അവന്റെ കീശി കിടന്ന ഫോൺ ഇറങ്ങിയതോ, അപ്പൊ ആ ഫോൺ എടുത്തിട്ട് അപ്പുറത്ത് കണ്ട് പോയി. അപ്പൊ ഈ വന്നിട്ട് നിലിന്റെ ബാക്കി ഇവൻ പൂരിപ്പിക്കും. ആര്? കേട്ടോൻ പൂരിപ്പിക്കും. ഓൻ പൂരിപ്പിച്ചെന്ത്, മറ്റൊരു വണ്ടിക്കാണ് അടിച്ചിട്ട് ആ വണ്ടി പോയി വേറൊരു വണ്ടിക്കാണ് തട്ടി, ഓൻ അവിടെ നിർത്തി. ഓന്റെ അടുത്ത് കേട്ടോൻ ബാക്കി പൂരിപ്പിക്കും. രണ്ടാളുകളും മരിച്ചു. നാലാമത് കേട്ടോൻ ആ 2നെ 20 മാറ്റും. നാലാമത് കേട്ടോൻ 2നെ 20 മാറ്റും. സുബ്ഹാനല്ലാഹ്. സത്യത്തില് ഈ ആദ്യത്വം പറയാൻ കൊണ്ടുവന്ന എന്താണെന്നറിയോ, ഒരു KSRTC ബസ് ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് ജംഗ്ഷനിൽ മൊത്തം ബ്ലോക്ക്, 1 മണിക്കൂർ അവിടെ കുടുങ്ങി. ഇതാ പറയാൻ കൊണ്ടുവന്നത്. പക്ഷെ 4 ആളടുത്തേക്ക് എത്തിയപ്പോഴേക്ക് ആ വാർത്ത 2 ആളല്ല 20 ആള് മരിച്ചുകൊണ്ടിരിക്കേണ്ടത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഊഹിച്ചു പറയാനൊരു പ്രത്യേക കഴിവാണ്. ഊഹിച്ച് സങ്കല്പിച്ച് ഒരു തിരക്കഥ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു കഴിവ് മനുഷ്യനുണ്ട്. അത് വല്ലാത്തൊരവസ്ഥ. അല്ലാഹു തആല പറയാ, നിങ്ങളടുത്ത് അത്ര വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ ഒരു വാർത്ത കൊണ്ടുവന്നാൽ, നിങ്ങൾ അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് മനസ്സിലാക്കണേ. അറിവില്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകളെ പ്രയാസപ്പെടുത്താതിരിക്കാൻ വേണ്ടി, നിങ്ങൾക്കറിയാത്ത ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ട. അതുകൊണ്ട് ആ കേട്ട കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടില്ലെങ്കിലോ പിന്നെ ചെയ്തതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ഉറപ്പില്ലാതെ വിശ്വാസയോഗ്യമല്ലാതെ മറ്റൊരാൾ പ്രചരിപ്പിച്ച് പിന്നെ കുറെ ആളുകൾ ആ മെസ്സേജ് ഒക്കെ കണ്ട് വായിച്ച് വോയിസ് ഒക്കെ കേട്ട് വീഡിയോ ഒക്കെ കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഇവനിക്ക് ഇതിന്റെ നിജസ്ഥിതി ഉറപ്പായത്. അത് നുണയായിരുന്നു കേട്ടോ, അത് സത്യല്ല. അപ്പോഴേക്കോ പിന്നെ എത്തേണ്ടവരിതൊക്കെ കൈവിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
അപ്പൊ ഒരു വാർത്ത കിട്ടിയാൽ അതാര് പറഞ്ഞെന്നാലും അതിന്റെ സത്യാവസ്ഥ നമ്മൾ ഉറപ്പുവരുത്തണം. ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? എല്ലാത്തിനും ഹദീസ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. ഇന്ന് മുഹദ്ദിസീങ്ങൾ കൂടുതലാ. എല്ലാ കാര്യത്തിനും അത് റസൂലുള്ളാഹി പറഞ്ഞു. കൊറോണ വന്ന സമയത്തൊക്കെ ഹദീസിൽ കൊറോണ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കിതാബിന്റെ ഏടൊക്കെ ഇങ്ങനെ വിട്ടിരുന്നു. ഗ്രൂപ്പുകളിലൊക്കെ കൊറോണ വന്ന സമയത്ത് കൊറോണയെ കുറിച്ച് കിതാബിലുണ്ട്, ഹദീസിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊന്നാർ ഹബീബിങ്ങളെ സൗദി അറേബ്യ പ്രസിദ്ധീകരിച്ച ഒരു ലഘുലേഖയുടെ ഭാഗമാണ്. അതിൽ ആ ലഘുലേഖയിൽ കുറെ രോഗങ്ങൾ വരാൻ പോകുന്ന രോഗങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയണ കൂട്ടത്തിൽ എന്ന് പറഞ്ഞു. പണ്ട് മദീനയില് ഖുതുബ പോകുന്ന സമയത്ത് ഖതീബ് ഇങ്ങനെ പറഞ്ഞപ്പോ മദീനയിലെ ഖതീബ് വരെ ഇന്ത്യയെ കുറിച്ച് ഖുതുബ ഓതി എന്ന് പറഞ്ഞ ആൾക്കാരും നമ്മളെ മലയാളം മണ്ണിലുണ്ട്. എന്തല്ലാ എന്ന് പറഞ്ഞിട്ട് മദീനയിലെ ഖതീബും ഇന്ത്യനെ കുറിച്ച് പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് എന്താ ഏതാണെന്നും അറിയാതെ ഹദീസ് അങ്ങോട്ട് ഉണ്ടാക്കുക. എല്ലാത്തിനും കേരളത്തിൽ പ്രളയം വന്നോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ കലാപമുണ്ടായോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഇലക്ഷൻ വന്നോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താ ഹദീസിന് ഒരു നിലയും വരിയില്ലേ? ഒരു നിലയും വരിയില്ലേ? ഒരു ഹദീസ് നമ്മൾ കേൾക്കുമ്പോണ്ടല്ലോ, ആ ഹദീസാണെന്ന് ഉറപ്പ് വരുത്തണം. അത് ലഈഫോ ഗൈറു ലഈഫോ ആണെന്ന് നിൽക്കട്ടെ. ഹദീസിന്റെ കൂട്ടത്തിൽ പലതുണ്ട്. സഹീഹായ ഹദീസ് ഉണ്ട്, ഹസനായ ഹദീസ് ഉണ്ട്, ലഈഫായ ഹദീസ് ഉണ്ട്, ഗൈറു ലഈഫായ ഹദീസ്. ഇങ്ങനെ ഹദീസിന് കുറെ മേഖലകളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് ഹദീസാണോ അല്ലേന്ന് ആദ്യം ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൻ സല്ലമത റളിയല്ലാഹു അൻഹു ഖാല സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, മയ്യഖുൽ അലയ്യ മാ ലം അഖുൽ, ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു എന്നൊരാൾ പറഞ്ഞാൽ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ, അവൻ നരകത്തിൽ ഒരു ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ, തയ്യാറാക്കിക്കൊള്ളട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നൊരാൾ പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു ഇരിപ്പിടം ഒഴിക്കട്ടെ. മറ്റൊരു ഹദീസിൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തക്ദിബു അലയ്യ, നിങ്ങൾ എന്റെ മേൽ കളവ് പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ പറഞ്ഞു എന്നൊരു കളവ് നിങ്ങൾ എന്റെ മേൽ ഉണ്ടാക്കരുത്. ആരെങ്കിലും എന്റെ നേരെ ഒരു കളവുണ്ടാക്കിയാൽ അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ ലിസാൻ കൊണ്ടാ പറയുന്നത്. ഞാൻ പറയാത്തത് എന്നെ കുറിച്ച് ഒരാൾ